ഒരു മാസത്തെ ഇടവേളയ്ക്കു ശേഷം തെന്മലയിൽ വീണ്ടും പുലി ഇറങ്ങി. ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷനു സമീപത്തെ ഒരു വീട്ടിലെ 3 ആട്ടിൻകുട്ടികളെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് പുലി സാന്നിധ്യം അറിയിച്ചത്. ഒറ്റക്കൽ കുന്നുതറ വീട്ടിൽ KL ജോസഫിന്റെ 5 ദിവസം പ്രായമുള്ള ആടുകളെയാണ് പുലി കൊന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് ആടുകളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. ഒറ്റക്കൽ ഭാഗത്ത് ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശവാസികൾ പുലിയെ കണ്ടതിനാൽ ആട്ടിൻകുട്ടികളെ സുരക്ഷിതമായി വീടിനോട് ചേർന്നുള്ള കൂട്ടിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നതിനാൽ പുലർച്ചെ ജോസഫ് ആട്ടിൻകുട്ടികളെ നോക്കാനിറങ്ങിയപ്പോഴാണ് ജീവനറ്റ നിലയിൽ കണ്ടെത്തിയത്. പ്രദേശത്ത് മുൻപും നിരവധി തവണ പുലിശല്യം ഉണ്ടായിട്ടുണ്ട്. വളർത്തുനായ്ക്കൾ, പൂച്ച, ആട്, പശുക്കിടാവ് മുതലായവയെ പുലി പിടിച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് 2 പുലികളെ കാടിനുള്ളിൽ കണ്ടതായി പ്രദേശവാസികൾ പറയുന്നു. ഈ പുലികളെ 2 എണ്ണത്തിന് ഞാൻ നേരിൽ കണ്ടതാണ്. ഇവിടെ ഞങ്ങളുടെ കുടുംബ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു പാറപ്പുറത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ കാട്ടിൽ നിന്നും മ്ലാവിൻ്റെ ഒച്ച കേട്ടിട്ടാണ് ഇവിടുന്ന് ഞാൻ പോയത്. പോകുമ്പോൾ അവിടെ ടോർച്ചിൻ്റെ ലൈറ്റിൽ 4 കണ്ണുകൾ കണ്ട്. അത് കണ്ടതിന് അത് എന്താണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് അടുത്തേക്ക് പോയി. ഏകദേശം 10 അടി ദൂരം വരെ ഞാൻ കടന്നുപോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ 2 എണ്ണം ഒരു പാറപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഇവിടെ ജ്യേഷ്ഠനെയൊക്കെ ഫോൺ ചെയ്ത് അറിയിച്ചു, ഇതുപോലെ ഇങ്ങനെ പുലികളിരിക്കുന്നു, പാറയിൽ 2 പുലികൾ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് ഇത് പിന്നിലേക്ക് പിന്മാറി. അതിനുശേഷം രാവിലെ തെന്മലയിൽ നിന്നും ഫോറസ്റ്റ് പത്രത്തിൽ അന്ന് തന്നെ രാത്രി തന്നെ ഞങ്ങൾ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചിരുന്നു. ഇങ്ങനെ പുലികൾ ഇവിടെ കണ്ടതായിട്ട് ഉള്ള വിവരങ്ങൾ അറിയിച്ചു. അത് പത്രത്തിൽ ന്യൂസ് വന്നതിന് ശേഷം തെന്മലയിൽ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്റ്റാഫ് ഇവിടെ വന്ന് ഈ വിവരങ്ങൾ എന്താണെന്ന് അവിടെ വന്ന് സ്പോട്ട് വന്ന് ഇവിടെ പുലിശല്യം കഴിഞ്ഞ നാളുകളായിട്ട് ഈ പ്രദേശത്ത് നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് ആട്ടുകുട്ടികളെ 3 എണ്ണത്തിൽ ഞാനിവിടെ സെപ്പറേറ്റ് കൂട്ടിലാക്കി വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. രാത്രി 11 മണിക്കാണ് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പാൽ കുടിച്ച് ഇവിടെ ആക്കിയത്. നേരം വെളുത്തപ്പോഴേക്കും ആട്ടുകുട്ടികൾ 3 എണ്ണം ചത്ത് കിടക്കുന്ന അവസ്ഥയിൽ കണ്ടു. മറ്റ് ശബ്ദങ്ങളൊന്നും തന്നെ കേട്ടില്ല. ഞാൻ നോക്കുന്നത് അറിയുകയും അതുപോലെ പുലിയാണ്, കഴുത്തിൽ പാടുണ്ട്. കുട്ടികൾക്ക് 3 ചത്ത 3 പാട് കാണുന്നുണ്ട്, രക്തം ഒഴുകുന്നുണ്ട്, തറയിലെ പക്മാർ കാണാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഫോറസ്റ്റിനെയും പോലീസിനെയും അപ്പോൾ തന്നെ വിളിച്ചറിയിച്ചു. DFI വിളിച്ചറിയിച്ചു, റേഞ്ച് ഓഫീസർ വിളിച്ചറിയിച്ചു. അദ്ദേഹത്തെ ഫോറസ്റ്റിലെ സ്റ്റാഫ് ഇവിടെ വന്നു. മാസം തയ്യാറാക്കാൻ വേണ്ടി വെറ്ററിനറി ഡോക്ടറെ വിളിച്ചു വരുത്തി. അദ്ദേഹം പോസ്റ്റ്മോർട്ടം നടത്തുന്നു. പോലീസിനെയും ഇൻഫോർം ചെയ്തിട്ടുണ്ട്. ഇവിടെ പുലിശല്യം കൂടുതലായിട്ടുള്ള ഈ പ്രദേശമായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാൽപ്പാട് കാണാറുണ്ട്, അത് മണ്ണിൽ പതിഞ്ഞ പാട് കാണാറുണ്ട്. അത് പക്കമാർക്ക് എടുത്തൊക്കെ മാത്രമേ വ്യക്തമായി മനസ്സിലാകത്തുള്ളൂ. പുലിയാണെന്നാണ് സംശയിക്കുന്നത്. ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ 28 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഫോറസ്റ്റാണ്, റിട്ടയർഡാണ്. അതുകൊണ്ട് വ്യക്തമായി അറിയാൻ കഴിയും. വനംവകുപ്പിന്റെയും പോലീസിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി കൂടിന് സമീപം കണ്ട കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ, തെന്മല.